മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 14 ദിനങ്ങൾ പിന്നിടുകയാണ്. ഒരു സിനിമ എങ്ങനെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകുന്നത്, എങ്ങനെയാണ് മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നത്, അതെല്ലാം മാർക്കോയിലൂടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. എവിടെയൊക്കെ റിലീസ് ചെയ്തോ അവിടെയെല്ലാം ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. തെലുങ്കിൽ മികച്ച രീതിയിൽ കുതിക്കുമ്പോൾ ഹിന്ദിയിൽ അതികൊടൂരമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ച. സിനിമ ഇതിനോടകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ ഹിറ്റുമായിരിക്കുന്നു. 14 ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള കളക്ഷൻ 562 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മാർജിനിലേക്ക് എത്താൻ കഴിയും. എന്തായാലും 562 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഇന്ന് 30,000-ന് മുകളിലുള്ള ആളുകളാണ് സിനിമയ്ക്ക് കണ്ടതായി കാണാൻ കഴിയുന്നത്. 21% ഒക്യുപ്പൻസിയിൽ ഇതുവരെ ലഭ്യമായ കണക്കുകൾ 46,59,000 രൂപയാണ്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇടിവ് സിനിമയ്ക്കുണ്ട്. ഇന്ന് മറ്റ് റിലീസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. 2025-ലെ ആദ്യ റിലീസായ ഐഡൻറ്റിറ്റി എന്ന സിനിമ ഇന്ന് റിലീസായിരുന്നു. അത് ഈ സിനിമയെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ റിലീസുകൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 64 ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അതായത് ഏറെക്കുറെ 1 കോടിക്ക് മുകളിൽ തന്നെ ഇന്നും വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ 1.25 കോടിക്ക് മുകളിലാണ് സിനിമ നിന്നെങ്കിൽ ഇന്ന് 1 കോടി 5 അല്ലെങ്കിൽ 1 കോടി 10 ലക്ഷം രൂപയായിരിക്കാം കേരള കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. തെലുങ്കിൽ സിനിമ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് കുതിച്ചു പോകുന്നത്. ആദ്യ ദിനം സിനിമ നേടിയത് ഏകദേശം 1.25 കോടിയാണ് എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രണ്ടാം ദിവസവും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഹൗസ്ഫുള്ളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഷോസുകളും അതുപോലെ തന്നെ എക്സ്ട്രാ ഷോസ് ഇപ്പോൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുകളുമാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത്. അതായത് ഇന്നും സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലേക്ക് തെലുങ്കിൽ നിന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് സിനിമ നീങ്ങുകയാണ്. ആദ്യം ഒരു ദിവസം തന്നെ 1 കോടി 75 നേടുന്ന ആദ്യ മലയാള സിനിമയാകുന്നു. 2 ദിവസം കൊണ്ട് സിനിമ 3 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദിയിൽ സിനിമയ്ക്ക് കൊടൂരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ്. ഇന്നലെയും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഏറ്റവും കുറഞ്ഞ കളക്ഷൻ എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനോടകം തന്നെ സിനിമ 80 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. പലരുടെയും സംശയങ്ങളുണ്ടാകാം, 80 കോടി എത്തിയോ? ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് 50 കോടി എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നു സിനിമ 50 കോടിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും ഓരോ ദിവസം കാണുമ്പോൾ നമുക്കറിയാം ഈ സിനിമ 80 കഴിഞ്ഞ് 85 കോടിക്ക് മുകളിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഒരു പക്ഷേ ശനി ഞായർ കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇന്നലത്തെ കളക്ഷൻ വെച്ച് മാത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു 3 സ്ഥലങ്ങളിൽ റിലീസ് ചെയ്ത് കേരളം, അതേപോലെ തന്നെ തെലുങ്ക്, അതേപോലെ ഹിന്ദി, ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നത് 1.25 കോടിയും 1.5 കോടിയും 1.25 കോടിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രം വന്നത് 5 കോടിയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് മാത്രമേ സിനിമ 6 കോടിയും കടന്നു പോകുന്നു. അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ സിനിമയ്ക്ക് 10 കോടി കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്തായാലും കാത്തിരിക്കാം. ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി ഇവിടെ കോടികളല്ല നോക്കുന്നത്, സിനിമ ഏത് റേഞ്ചിലേക്കാണ് പോകുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് തരാം. ഒഫീഷ്യൽ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വിടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.